എന്തുകൊണ്ടെന്നറിയോ? അസ്രായീലിന്റെ വിശാലത എത്രയാണ് സങ്കല്പിക്കാൻ നമുക്ക് കഴിയോ? എന്തോരു ഭീകരനാ, എന്തോരു ഭീഭത്സതയാ, എന്തോരു കഠിന ഹൃദയനാ. ഇന്നേ വരെ ജീവിതത്തിൽ ചിരിച്ചിട്ടില്ല. സഹോദരങ്ങളെ, ഈ മലക്ക് വരുമ്പോ പഞ്ചപുച്ഛമടക്കിയിട്ട് കിടന്നു കൊടുക്കേണ്ട മോള്, കിടന്നു കൊടുക്കേണ്ടവരെ സഹോദരങ്ങള്, എത്ര അധികാരമുണ്ടാകിട്ടെന്താ, എത്ര അന്തസ്സുണ്ടാകിട്ടെന്താ, എത്ര പ്രൗഢി ഉണ്ടാകിട്ടെന്താ, എത്ര പണമുണ്ടെന്ന് പറഞ്ഞിട്ടെന്താ സഹോദരങ്ങളെ, എത്ര ആൽബലമുണ്ടെന്ന് പറഞ്ഞിട്ടെന്താ. മലക്കുൽ മൗത്ത് കടന്നു വരുമ്പോ ഒരു സെക്കൻഡ് പോലും അതിന് അല്പമെങ്ങാണ്, ഒരു സെക്കൻഡിന്റെ അല്പത്തെയെങ്കിലും അംശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരിക്കൽ പോലും പൊന്നുമോനെ പിന്തിക്കൂല, മുന്തിക്കുകയുമില്ല. അല്ലാഹുവിന്റെ മലക്കുകൾ കടന്നു വരികയാണ്. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയാ മരിക്കേണ്ടത്? ഒന്നുകിൽ നാം സന്തോഷിക്കുന്ന അവസ്ഥയിലാണ് മരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന അവസ്ഥയിലാണ് മരിക്കുക. ആദരവായ പ്രവാചകൻ ഒരു ജനാസ കൊണ്ടുപോകുമ്പോ നബി തങ്ങൾ പറയുന്നു, സ്വഹാബത്തേ ഒന്നുകിൽ ആ മയ്യത്ത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ആ മനുഷ്യനെ സന്തോഷിക്കുകയാണ്. സഹാബത്ത് മനസ്സിലായില്ല. അവര് നബി തങ്ങളോട് ചോദിക്കുന്നു, നബിയേ, എന്താ സന്തോഷിക്കുന്നത്, എങ്ങനെയാ സന്തോഷിപ്പിക്കുന്നത്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, അവന് നമസ്കാരമുള്ളവനാണോ, അവന് നോമ്പുള്ളവനാണോ, അവന് സൽക്കർമ്മം ചെയ്തവനാണോ, അവന് നല്ല രീതിയിൽ ദീനുമായി ബന്ധമുള്ളവനാണോ, അല്ലാഹുവിന്റെ സേവനം അനുഷ്ഠിച്ചവനാണോ, പടച്ചോന് വേണ്ടി ജീവിച്ചവനാണോ, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോൾ നമസ്കരിച്ചവനാണോ, അല്ലാഹുവിന് വേണ്ടി സർവസ്വവും സമർപ്പിച്ചവനാണോ, അലിമീങ്ങളെ ബഹുമാനിച്ചവനാണോ, പരദൂഷണം പറയാത്തവനാണോ, കള്ളത്തരങ്ങളെ പ്രചരിപ്പിക്കാത്തവനാണോ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, അവന് സന്തോഷിക്കുകയാണ്. എന്തേ കാര്യമെന്നറിയോ? കൂട്ടുകാരോരോരുത്തരായി ബിവറേജ് കോർപ്പറേഷന്റെ മുമ്പിൽ ക്യൂ നിന്നപ്പോൾ, അല്ലാഹുവേ ഞാൻ പോകൂല, എനിക്ക് വേണ്ടത് സ്വർഗത്തിന്റെ കള്ളാറോ, എനിക്ക് വേണ്ടത് സ്വർഗത്തിന്റെ കള്ളാറാണ് എന്ന് പറഞ്ഞ് ബിവറേജ് കോർപ്പറേഷന്റെ മുമ്പിൽ പോകാത്തവരെ, മദ്യത്തിന്റെ ഒരു തുള്ളി പോലും നിന്റെ തൊണ്ടക്കുഴിയിലെ നനയ്ക്കാത്തവരെ നീ ആഗ്രഹിക്കുകയാണ്. അല്ലാഹുവേ, നിന്റെ അടുക്കൽ വന്നാ ഞാനിതെല്ലാം മാറ്റിവെച്ചതിന് എനിക്ക് കൂലിയുണ്ടല്ലോ. വിചരിക്കാത്തവനെ, കൂടെയുള്ളവർ ഓരോരുത്തരും പാതിരാത്രികളില് പാവപ്പെട്ട പെൺകുട്ടികളുടെ വീട്ടിലോട്ട് കടന്നു ചെന്ന് അവരോരോരുത്തരുമായി ശരീരം പങ്കുവെക്കുമ്പോ, കടത്തിണ്ണകളിൽ പങ്കുവെക്കുമ്പോ, സഹോദരങ്ങളെ ബീച്ചുകളിൽ പങ്കുവെക്കുമ്പോ, അതുപോലെ നിശാ ക്ലബ്ബുകളിൽ പങ്കുവെക്കുമ്പോ, ഞാൻ പോയിട്ടില്ല അല്ലാഹ്, ഞാൻ പോയിട്ടില്ല, പടച്ചവനെ പോകില്ല എന്ന് പറഞ്ഞവനാണ് ഞാൻ. അതുകൊണ്ട് മരിക്കുമ്പോ ഞാൻ ചിന്തിക്കുകയാണ്, അല്ലാഹുവേ, എനിക്ക് ദുനിയാവിലെ പെണ്ണെന്തിനാണ്, ആ ദുനിയാവിന്റെ പെണ്ണെന്തിനാ? എന്ത് സൗന്ദര്യമാ ദുനിയാവിലെ പെണ്ണുള്ളത്? അവൾ എന്ത് സൗന്ദര്യമുള്ളവളാണില്ല, അവള് കാർക്കിച്ചു തുപ്പുന്നവളാണ്, അവളുടെ മൂക്കിൽ നിന്ന് ചലം വരുന്നവളാണ്, അവളുടെ ശരീരത്തിൽ നിന്ന് വരുന്ന വിയർപ്പിന് ദുർഗന്ധമാണ്. പക്ഷെ അല്ലാഹുവേ, സ്വർഗത്തിന്റെ സ്ത്രീകളുണ്ടല്ലോ, മലമൂത്ര വിസർജന ചെയ്യാത്ത ഹൂറാനികളുണ്ടല്ലോ, മൂക്കുപിടിയാത്ത ഹൂറാനികളായ പെണ്ണുങ്ങളുണ്ടല്ലോ, കാർക്കിച്ചു തുപ്പാത്ത ഹൂറാനികളായ പെണ്ണുങ്ങളുണ്ടല്ലോ, സുന്ദരികളായ പെണ്ണുങ്ങളുണ്ടല്ലോ. അവർക്കുള്ള മോന് പല്ലിന്റെ ലിംഗല കണ്ട് ജിബ്രീൽ പോലും അമ്പർ നീട്ടുണ്ടേ. ഹൂറാനികളായ പെണ്ണുങ്ങളുടെ പല്ലിമുട്ട നിരത്തി വെച്ചതുപോലുള്ള ദന്തനിരകള്, അതിലൊരു പല്ലിന്റെ പ്രകാശം കണ്ടപ്പോ ജിബ്രീൽ പോലും അന്താളിച്ചു പോയി, റബ്ബിന്റെ പ്രകാശമാണോ എന്ന്. സഹോദരങ്ങളെ, പെണ്ണന്മാര് അപ്പട്ടോളം സുന്ദരിമാരായ അവരുടെ കാലിന്റെ പത്തിയിലൂടെ, കാലിന്റെ മടമ്പങ്കാലിലൂടെ, ആ തൊലിയിലൂടെ മാംസം കാണാ, മാംസത്തിലൂടെ എല്ല് കാണാ, എല്ലിലൂടെ മജ്ജ കാണാ, മജ്ജയിലൂടെ അപ്പുറത്ത് നിൽക്കുന്നവരെ കാണാ. എന്തോ ഒരു സുന്ദരിമാരാണ്. ഊറുലീങ്ങളെന്ന് പറഞ്ഞാൽ തന്നെ കണ്ണ് വലിയവളെന്നാണ്. ഇതിനപ്പുറമേറെ സുന്ദരികളാണ്. അല്ലാഹുവേ, ദുനിയാവിലെ പെണ്ണിനെ ഞാൻ മാറ്റിയതെന്തിനാ? ദുനിയാവിലെ ഞാൻ പെണ്ണിന്റെ തൊലിവെളുപ്പിന്റെ പിറകെ പോകാത്തതെന്തിനാ? സ്വർഗത്തിന്റെ ഹൂറികളെ കിട്ടാനല്ലേ തമ്പുരാനെ എന്ന് പറഞ്ഞ് മരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾ പറയുന്നവനെ സന്തോഷിക്കുന്നവനാണ്, അവന് സന്തോഷിക്കുന്നവനാ.
ഇതുപോലെ നമുക്ക് സന്തോഷിക്കാം. മരിക്കുന്ന സമയത്ത് അല്ലാഹുവേ ഞങ്ങൾ കള്ള് വേണ്ടാന്ന് വെച്ചവരാ. അത് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടില്ല, അത് വി എം സുധീരൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഘട്ടം ഘട്ടമായിട്ടുള്ള നിരോധന നൂറ്റാണ്ട് 14 മുമ്പ് കഴിഞ്ഞതാ. ഞങ്ങൾ ഇപ്പോഴല്ല ഇതറിയുന്നത്. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നൂറ്റാണ്ട് 14 മുമ്പ് 3 ഘട്ടമായി അള്ളാഹുവിന്റെ റസൂല് നിരോധിച്ചതാണ് ഈ കള്ള്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഘട്ടം ഘട്ടമായിട്ടുള്ള നിരോധനമൊക്കെ മുമ്പേ കഴിഞ്ഞതാ. ഞങ്ങൾ അതിനു വേണ്ടി കാത്തു നിന്നവരല്ല എന്ന് പറഞ്ഞിട്ട് ഒരു തുള്ളി പോലും കുടിക്കാത്ത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവര് ചിന്തിക്കാനുള്ള അങ്ങോട്ട് വരുമ്പോ എന്തായാലും കള്ളാറ് തരുമല്ലോ, പാലാറ് തരുമല്ലോ, തേനാറ് തരുമല്ലോ, ജലത്തിനാലുള്ള ആറ് തരുമല്ലോ, കുടിക്കുകയും ചെയ്യാം, കുളിക്കുകയും ചെയ്യാം, നീന്തുകയും ചെയ്യാം, ആറാടാം, എന്തിന്റെ കുറവാ? ഇവിടെ ഞാൻ ഇതൊക്കെ ഉപേക്ഷിച്ചതല്ലേ? അതുപോലെ എനിക്ക് അവിടെ ഹൂറാനുകളായ പെണ്ണുങ്ങളെ അള്ള തരുമല്ലോ, ആ സുന്ദരിമാരായ സുന്ദര രൂപങ്ങളോടൊപ്പം എനിക്ക് ശയിക്കാൻ കഴിയുമല്ലോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്നവനാണ് ഒന്നുകിൽ ഒരാൾ.